കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് CUCETയുടെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത്. ഓക്കെ, അതിന് പ്രധാന കാരണം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളുടെ PG അഡ്മിഷന്റെ അലോട്ട്മെന്റ് ഷെഡ്യൂളൊക്കെ വന്നതോടുകൂടിയാണ്. CUCETയുടെ അഡ്മിഷന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഈ ഒരു വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ CUCETയിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾക്ക് എന്ത് വരും, ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് റിസർവേഷൻ ബേസിൽ ആ റാങ്ക് ലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് റിസർവേഷൻ ബേസിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ CUCETയുടെ അഡ്മിഷന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അഡ്മിഷൻ വിഭാഗമാണ്. ഈ അഡ്മിഷൻ വിഭാഗം ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം ആർക്ക് കൊടുക്കും? യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് റാങ്ക് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് മെയിൽ അയക്കും. നിങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷന് കിട്ടിയിട്ടുണ്ട്, ഇന്ന ദിവസം വന്നിട്ട് യൂണിവേഴ്സിറ്റി വന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 10 ആളാണ് ജനറൽ മെറിറ്റ് ഉള്ളെങ്കിൽ 10 ആൾക്ക് മെയിൽ അയക്കും. അവർക്ക് ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിൽ അവർ വന്നില്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അതിന്റെ അഡ്മിഷൻ നടപടികൾ നടന്നു പോകും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന്റെ മെയിൽ നിങ്ങളിലേക്ക് അയക്കും. ചില ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഫോൺ മുഖാന്തരം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മെയിൽ ഡെയിലി പരിശോധിക്കാൻ, റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൽ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതും കൂടി നിങ്ങളെ അറിയിക്കാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക്, അവിടുത്തെ ഒരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കത് എടുത്ത് പരിശോധിച്ച് കാര്യങ്ങൾ ആ ഹെൽപ്പ് ഡെസ്കിൽ കയറി ബാക്കി കാര്യങ്ങൾ അവിടുന്ന് കിട്ടുന്ന അപ്ഡേഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.